നമസ്കാരമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ദിയ കൃഷ്ണയുടെയും കൃഷ്ണകുമാറിന്റെയും കേസ് അവരുടെ സ്ഥാപനത്തിൽ നിന്നും ഒബയോസിയുടെ ഫാൻസി ഷോറൂമിൽ നിന്നും 63 ലക്ഷം രൂപയോളം 3 സ്ത്രീകൾ കബളിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലായിടത്തും ഈ സ്ത്രീകളെ കള്ളി ആയിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് എനിക്ക് വ്യക്തമായില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് പോലീസിന്റെ കയ്യിലാണ് കേസ് ഇരിക്കുന്നത്. ഇന്ന് ഞാൻ മനോരമ ന്യൂസിനകത്ത് ഒരു വാർത്ത വായിച്ചു. അതായത് ദിയ കൃഷ്ണയുടെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്നുള്ള ഒരു കേസാണ്, ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത്. അപ്പോ നാളിതുവരെ ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് തന്നെയല്ല, ലുക്കൌട്ട് നോട്ടീസ് അയച്ചിട്ടില്ല. അപ്പോൾ ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്നുള്ള ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് യൂഷ്വലി ഒരു കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കോംപ്ലക്സ് ആയിരിക്കണം കേസ്, അല്ലെങ്കിൽ ഹൈ പ്രൊഫൈൽ കേസ് ആയിരിക്കണം. ഹൈ പ്രൊഫൈൽ കേസ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, നമുക്കറിയാം. ഹൈ പ്രൊഫൈൽ കേസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരു കേസ് ആയിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഈ ഒരു കേസ് കോംപ്ലക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫൈൽ കേസ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കണമല്ലോ ഈ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. അതുപോലെ തന്നെ ഈ കുട്ടികള് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്തിന്? മുൻകൂർ ജാമ്യ അപേക്ഷയ്ക്ക് വേണ്ടി. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്നിരുന്നാലും എല്ലാവിധ മാധ്യമങ്ങളിലും ഈ സ്ത്രീകളെ പറ്റി ആത്യന്തികമായിട്ടും നല്ല രീതിയിൽ തേച്ച് ഉള്ള വീഡിയോകളാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ പ്രഥമ ദൃഷ്ടിയെ നമ്മൾ കേൾക്കുമ്പോഴത്തേനും 63 ലക്ഷം അടിച്ച ഒരു കള്ളികളെ വെറുതെ വിട്ടുകൂടാ. ശരിയാണ്, തല്ലിക്കൊല്ലണം. പക്ഷെങ്കിൽ ഈ കുറച്ച് ഈ സംശയങ്ങൾ നമുക്കെന്നല്ല എനിക്കുണ്ട്. ഈ സംശയം പറയുന്നതിന് മുമ്പ് നമുക്കൊരു കഥ കേൾക്കാം. എന്റെ ജീവിതം ഒരു 20 വയസ്സ് പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മോഹൻലാൽ സാറിന്റെ അടുത്ത് ആദ്യം വണ്ടി ഓടിക്കാൻ പോയതാണ്. ഞാൻ വണ്ടി ഓടിക്കാൻ പോയി ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഞാൻ ലാൽ സാറിന്റെ അടുത്ത് ചോദിച്ചു, സാർ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഓർക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് ലാൽ സാർ പറഞ്ഞു, എന്താ ആന്റണി ഇങ്ങനെ ചോദിക്കുന്നത്, നമ്മൾ ഇത്രയും ദിവസത്തെ പരിചയമുള്ളവരല്ലേ? തീർച്ചയായിട്ടും ഞാൻ ആന്റണിനെ എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷേഖാൻ്റെ അടുത്ത് ഞാൻ പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം ഞാനും എൻ്റെ സുഹൃത്ത് വലയം കൂടി മോഹൻലാൽ സാറിന്റെ ഒരു ഷൂട്ടിംഗ് കാണാൻ ചെന്നത് 3-ാം മുറ എന്ന് പറയുന്ന ഷൂട്ടിങ്ങാണ്. അപ്പോൾ ആ ഷൂട്ടിംഗ് സ്ഥലത്ത് ഭയങ്കര ക്രൗഡും ആൾക്കാരും, അകത്തേക്ക് കയറാൻ പറ്റാത്ത പോലെ ഒരു സ്ഥലത്ത് ഞാൻ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഇങ്ങനെ ലാൽ സാർ എപ്പോഴാണ് എന്നെ കാണുന്നതെന്ന് നോക്കി ഞാനിങ്ങനെ ഇടയിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ലാൽ സാർ ആരോ ഇങ്ങോട്ട് തിരിഞ്ഞ് കൈ കാണിച്ച് വിളിക്കുന്നുണ്ട്. അപ്പൊ ലാൽ സാർ ഓർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ എന്നെയാണോ സാർ വിളിക്കുന്നത്? കാരണം ഇത്രയും ഒരു മാസം കഴിഞ്ഞിട്ടും ഇത്രയും ദൂരം നിന്ന് എന്നെ കണ്ട് മനസ്സിലായോ? ആകെ ഞാനൊരു കൺഫ്യൂഷനായി പോയി. ഞാൻ പുറകോട്ടൊക്കെ നോക്കി. പുറകോട്ട് നോക്കുമ്പോൾ ആരെയും എന്നെ തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ എന്നെയാണോ എന്ന് ചോദിച്ചു. ആന്റണിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പരിസരം മറന്ന് ഓടുമ്പോൾ ഒരു ഫീൽഡ് എന്തോ ആയിരുന്നു തോന്നുന്നു. ഞാൻ ഓടിപ്പോകുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ മാനേജർമാർ വന്നിട്ട് എന്നെ ഇങ്ങനെ തടയാൻ വന്നപ്പോൾ ലാൽ സാർ അവിടെ നിന്ന് പോരെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് എന്താ അവിടെ എന്ന് ചോദിച്ച് കുറച്ച് വർത്തമാനം പറഞ്ഞു. നമ്മൾ വേറൊരു അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് ശരിക്കും ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനം എടുത്ത് ലാൽ സാർ ചെല്ലാൻ പറഞ്ഞ് ഞാൻ ആ ഷൂട്ടിംഗ് മൊത്തം തീരുന്നത് വരെ ലാൽ സാറിന്റെ കൂടെ വീണ്ടും ജോലി ചെയ്തു. ആ ജോലി ചെയ്ത് ഞാൻ തിരിച്ചു പോരുന്ന സമയത്ത് ലാൽ സാർ എന്നോട് ചോദിച്ചത്, ആന്റണി എന്റെ കൂടെ പോരെ എന്ന് പറഞ്ഞു. ആന്റണി പെരുമ്പാവൂർ, അദ്ദേഹം എല്ലാവർക്കും അറിയാം മോഹൻലാലിന്റെ ഡ്രൈവർ ആയിരുന്നു. ഇന്ന് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി എമ്പുരാൻ സിനിമ വരെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡ്യൂസറാണ്. ലോകത്ത്, അല്ലെങ്കിൽ ലോക മലയാളികൾക്കെല്ലാം അറിയാം ആരാണ് ആന്റണി പെരുമ്പാവൂര്, ഇപ്പം ആരാണ്. അപ്പോൾ കഥയിൽ ചോദ്യമില്ല എന്നോണം ആണ് ആന്റണി പെരുമ്പാവൂരിന്റെ വളർച്ച. അപ്പോൾ എൻ്റെ ഒരു സംശയം, അതുപോലെ ആയിക്കൂടെ ഈ കേസ്? കാര്യം 63 ലക്ഷം ഈ കടയിൽ നിന്നും തട്ടിയത് ഓൺലൈൻ വഴിയാണ്. അതായത് രേഖാമൂലമാണ് അവിടെ ഒരു അറേഞ്ച്മെന്റ്, അതായത് ഇവിടെ ഒരു ട്രാൻസ്ഫർ നടന്നത്, പൈസയ്ക്ക് ട്രാൻസ്ഫർ നടന്നത് രേഖാമൂലമാണ്. ഒന്നെങ്കിൽ നമ്മൾ മോഷ്ടിക്കുമ്പോഴത്തേക്കിന് കൈയിട്ട് വരിക, അല്ലെങ്കിൽ രേഖകൾ മാക്സിമം ഇല്ലാത്ത രീതിയിലാണല്ലോ മോഷ്ടിക്കുന്നത്. പക്ഷെങ്കിൽ ഈ പെണ്ണുങ്ങൾ നല്ല ആൾക്കാരാന്ന് പറയത്തില്ല. ഈ കളവിലെ ചതി എന്ന് പറഞ്ഞുകൂട്ട് ഈ പെണ്ണുങ്ങൾ ഇതിൽ നിന്ന് അടിച്ചു മാറ്റാൻ നോക്കി. അപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നടന്നത് ഒരു വൻകിട ടാക്സ് വെട്ടിപ്പും ദിയാകൃഷ്ണയും ഈ സ്ത്രീകളും അറിഞ്ഞുകൊണ്ട് ഒരു ടാക്സ് വെട്ടിപ്പ്. പക്ഷെങ്കിൽ ഈ ദിയാകൃഷ്ണയെ ഒന്നുകൂടെ മൂഞ്ചിച്ചു ഈ സ്ത്രീകള്.
അതിൽ നിന്നും പൈസ വലിച്ചെടുത്തു. അത് കൃഷ്ണകുമാറിനെയും ദിയ കൃഷ്ണയും ചൊടിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ഒരു കേസ് വന്നിരിക്കുന്നതാണ് എൻ്റെ ഒരു തോന്നല്. കാര്യം കൃഷ്ണകുമാർ ഒരു ദിവസം ഏകദേശം ഒരു 5-6 ഇന്റർവ്യൂവും പ്രസ് കോൺഫറൻസും നടത്തുന്നുണ്ട് അല്ലെ? നിങ്ങളെല്ലാവരും കാണും, നമ്മളെല്ലാവരും കാണുന്ന എല്ലാ വാർത്താ മാധ്യമ ചാനലിലും കൃഷ്ണകുമാറും പെങ്കൊച്ചും കൂടെ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ മൊത്തമേ കൃഷ്ണകുമാറിന്റെ ദിയയുടെ കയ്യിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഇതിനകത്ത് രേഖകളുണ്ട്, ഈ രേഖകൾ പരിശോധിച്ചാൽ അറിയാം. പക്ഷെങ്കിൽ നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ കാണുന്നതോ അല്ലെങ്കിൽ മീഡിയസോ ഒന്നുമല്ല അന്വേഷിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് അവർ വൈകുന്നു? അപ്പൊ അതിനകത്തൊരു വ്യത്യാസമുണ്ട്, ഒരു ട്വിസ്റ്റ് കാണും ഇല്ലേ? അവരല്ലേ കേസ് അന്വേഷിക്കുന്നത്, അവർക്കല്ലേ സത്യം അറിയാവുള്ളൂ. നമ്മൾ ഈ മാധ്യമങ്ങൾ കേൾക്കുന്നതും അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കാണുന്നതും ഒക്കെ വെച്ച് ഒരു ചർച്ചയും വിലയിരുത്തും നടത്തി കഴിഞ്ഞാൽ അത് കാര്യമായിട്ടുള്ള കാര്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് പണവും പദവിയും പിടിപാടും ഉണ്ടെങ്കിൽ ഏത് മാധ്യമത്തിനെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കയ്യിലെടുക്കാം എന്നുള്ളതാണ് കാര്യം. അവര് കള്ളിയാ, സമ്മതിച്ചു. പക്ഷെ ഇങ്ങനെയൊരു സമ്പ്രദായം അവിടെ നടക്കുന്നുണ്ട്. ടാക്സ് വെട്ടിപ്പിന്റെ ഒരു വലിയൊരു രേഖ അവിടെ കിടക്കുന്നുണ്ട്. മറുനാടൻ മലയാളിയുടെ എഡിറ്റർ ഷാജൻ സ്കറിയ, അദ്ദേഹത്തിന് ഉറക്കമില്ല. കൃഷ്ണകുമാറിനെയും ദിയ കൃഷ്ണയുടെയും ഈ കേസ് തന്നെ ഒരു 8-10 വീഡിയോ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉറക്കമില്ല, ആഹാരം കഴിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു അവസ്ഥയിലേക്ക് മാറി പുള്ളി. പിന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാവർക്കും അറിയാം ഓബയോസി എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു സ്ഥാപനം, ഏകദേശം ഒരു 400 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 350 സ്ക്വയർ ഫീറ്റ് നടത്തുന്ന ഒരു കട, ഒരു സ്ഥാപനം, 3 സ്ത്രീകള്. അവിടെ ഈ 63 ലക്ഷം രൂപ ഒരു വർഷക്കാലത്തിനുള്ളിൽ തട്ടിപ്പ് നടത്തുന്നു. അത് ഒരു വർഷത്തിന് ശേഷമാണ് പിടിക്കുന്നത്. അപ്പോൾ ഈ കൃഷ്ണകുമാർ പറയുന്നുണ്ട് അപ്പോൾ ഈ കൃഷ്ണകുമാർ പറയുന്നുണ്ട്, എന്റെ പെൺകൊച്ച് ഗർഭിണിയാണ്, ക്ഷീണിതയാണ്, അതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് ഒരു വർഷം കൊണ്ട് ഈ കളവ് പിടിച്ചില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. ആ ഒരു കുഞ്ഞു കടയിൽ ഒരു 63 കോടി രൂപയുടെ വാർഷിക ടേൺ ഓവർ ഉണ്ടെന്ന് വെച്ചോട്ടെ. ഒരു 63 കോടി രൂപയുടെ വാർഷിക ടേൺ ഓവർ ഉണ്ടെങ്കിൽ തന്നെയും ഈ 63 ലക്ഷം ഒരു മാസം അല്ലെ 2 മാസം അല്ലെ 6 മാസത്തിനുള്ളിൽ പിടിക്കത്തില്ലേ? പോട്ടെ, 630 കോടി രൂപയുടെ കച്ചവടം ഉണ്ടെങ്കിലും ഈ 63 ലക്ഷം ഒരു മാസത്തിനകം പിടിക്കപ്പെടും ഇല്ലേ? അപ്പം അതല്ല അവിടെ നടക്കുന്നത്. അതല്ല ഇവിടെ ഒരു അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടാക്സ് വെട്ടിപ്പ് നടത്തുകയും ഈ സ്ത്രീകള് അതിൽ നിന്നും വെട്ടിപ്പ് നടത്തുമ്പോൾ ഈ പെൺകുട്ടിക്കും അച്ഛനും പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കല്ലേ പോകുന്നത്? അല്ലെങ്കിൽ പിന്നെ ഇത് ഒരു ക്രൈം ബ്രാഞ്ചിൽ അന്വേഷിച്ച് ഒരു തെളിവെടുക്കേണ്ട കാര്യമുണ്ടോ? അത് തന്നെയല്ല, ഈ 63 ലക്ഷം പോയിട്ടും ഈ ഇവരറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ഒരു മുടന്തൻ ന്യായമാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു ഏകദേശം കഴിഞ്ഞ നവംബറിൽ, അതായത് 2024 നവംബറിൽ എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളിക്കാരനൊരു യൂട്യൂബറാണ്, ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരന്റെ ചാനലിൽ ഈ ദിയ കൃഷ്ണയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത്, ദിയ കൃഷ്ണ ഇൻസ്റ്റയില് 1 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരു ടാഗ് ഇട്ടു. അപ്പൊ ഈ ചെറുക്കൻ ഒരു എഞ്ചിനീയർ ആണ്. അദ്ദേഹം ഈ കണക്കുകൾ വെച്ച് ഏതാണ്ട് ഒരു പ്രോഡക്റ്റിന് 2500 രൂപ വെച്ച് 1 മില്യന് ഇത്ര രൂപ ടേൺ ഓവർ ഉണ്ട്, ആ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ ടാക്സ് ഇത്രയും വെട്ടിച്ചിട്ട് കാണും എന്നൊക്കെ പറഞ്ഞ് ഈ ചെറുക്കൻ, ഈ ഒരു എഞ്ചിനീയർ ആണ്, ലൈഫ് ഓഫ് അനന്തു, എല്ലാവർക്കും അറിയാം, ഒരു വലിയ യൂട്യൂബറാണ്. അദ്ദേഹം ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയുടെ അനന്തരഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഈ പറയുന്ന കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും പോലീസിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുക. അപ്പോ അനന്തുവിന്റെ ഫാമിലി മാറ്റർ, ഒരു കല്യാണവും കാര്യങ്ങളും ഒക്കെ അവരുടെ കുടുംബത്തിൽ നടത്തുന്നുണ്ട്. ഈ തൊള്ളയ്ക്കൊന്നും പോകാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇതിന് പോകാനുള്ള ഒരു സമയമില്ല. അതുകൊണ്ട് ആ ചെറുക്കൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പേ ഇതിനകത്ത് ടാക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോ അത്രയ്ക്കും വ്യാകുലതയായി ദിയ, അല്ലെങ്കിൽ ആശങ്കയുണ്ടായി, കൃഷ്ണകുമാറും ഉണ്ടായി. അവര് ആ പോലീസിൽ ഹോൾഡുള്ള ഒരു വ്യക്തി, ആൾക്കാരാണല്ലോ, അവർ വിളിച്ച് അത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊരു ടാക്സ് വെട്ടിപ്പിന്റെ അടിസ്ഥാനത്തിലുണ്ട്. ടാക്സ് വെട്ടിക്കാൻ തന്നെ നടത്തിയ ഒരു നാടകത്തിനകത്ത് കലാകാരന്മാര് തന്നെ നാടക മാനേജരെ മൂഞ്ചിച്ചു എന്ന് വേണേൽ പറയാം.
അതാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു.